ആദിത്യധറിന്റെ ദുരന്തർ ദി റിവെഞ്ച് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. പക്ഷേ ചിത്രത്തിന്റെ 3 മണിക്കൂറും 55 മിനിറ്റും ദൈർഘ്യത്തെക്കുറിച്ച് വലിയ വിമർശനമാണ് ഉയരുന്നത്. ആദിത്യധർ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്തർ ദി റിവെഞ്ച് മാർച്ച് 19 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. രൺവീർ സിംഗിന് പുറമെ സാറ അർജുൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവർ ദുരന്തറിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദിത്യധർ സംവിധാനം ചെയ്ത ദുരന്തറിന്റെ ആദ്യ ഭാഗം ഡിസംബർ 5 തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തം സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. ജ്യോതി ദേശ്പാണ്ഡെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ് ധറിന്റെ B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മേക്കിംഗ്, തിരക്കഥ, കാസ്റ്റിംഗ്, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, BGM, VFX, വയലൻസ്, ആക്ഷൻ എന്നീ മേഖലകളിലെല്ലാം ആദ്യ ഭാഗത്തെ മറികടന്നിരിക്കുകയാണ് രണ്ടാം ഭാഗം. ഇന്ത്യയിൽ 10 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കുകയും ലോകമെമ്പാടും 100 കോടി രൂപ നേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സിനിമയ്ക്കെതിരെ വലിയ വിമർശനമാണ് വരുന്നത്. പ്രധാന വിമർശനം സിനിമയുടെ ദൈർഘ്യത്തെ ചൊല്ലിയാണ്. ചിത്രം 3 മണിക്കൂറും 55 മിനിറ്റുമാണ്. ഇതോടെ ദുരന്തർ 2 വേണ്ടി തലയണകൾ പാക്ക് ചെയ്യൂ എന്ന തരത്തിലുള്ള ട്രോളുകൾ പുറത്തു വന്നു. ആദ്യ ഭാഗത്തിന് 3 മണിക്കൂർ 34 മിനിറ്റാണ്. രണ്ടാം ഭാഗത്തിന് 4 മണിക്കൂറാകാൻ 5 മിനിറ്റ് മാത്രം കുറവ്. 2 ഭാഗങ്ങളും കൂടി ചേരുമ്പോൾ സിനിമയുടെ ആകെ ദൈർഘ്യം 7 മണിക്കൂറും 30 മിനിറ്റുമാണ്. സാധാരണയായി ഇത്തരം സിനിമകൾ 2 ഭാഗങ്ങളായി പ്രത്യേകം ഷൂട്ട് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ദുരന്തർ 1ഉം 2ഉം ഭാഗങ്ങൾ ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കി. അതിനാൽ തന്നെ ആദ്യ ഭാഗം റിലീസ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർക്ക് പുറത്തിറക്കാൻ സാധിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.